ഹായ് ഫ്രണ്ട്സ്, നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോയിലെ ഫസ്റ്റ് പാർട്ടാണിത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഡേയും നൈറ്റും ഒക്കെ ആയിട്ട് നമ്മൾ ഇതിൻ്റെ വർക്കിൽ തന്നെ ആയിരുന്നു. ഏകദേശം ഒരു 6-7 ബോർഡുകളും നമുക്ക് ഫിക്സ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് എല്ലാ വീഡിയോസും കാര്യങ്ങളെല്ലാം സെറ്റായി. ഇനി ഒരു 2-3 ബോർഡും കൂടെ ഫിക്സ് ചെയ്യാനുണ്ട്. അതിൻ്റെ വീഡിയോയും കൂടെ എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാവരും ചോദിച്ച് ഡീറ്റെയിൽ വീഡിയോ എപ്പോഴാണ് ഇടുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇടുക എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒരുപാട് പോർഷൻ ഞാൻ കട്ട് ചെയ്തിട്ട് അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ മാത്രമായിട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫിനിഷിങ് വർക്ക് അങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് ടൈം എടുത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം പറ്റുന്ന പോലെയൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുള്ളതും അവൈലബിൾ ആയിട്ടുള്ള ടൈമിലൊക്കെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ. മാക്സിമം കണ്ടൻറ്റൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഉപയോഗപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ ബോർഡ് വരുന്നത്. മൈസൂർ വെജ് കഫേ എന്നാണ് നമ്മളെ ഷോപ്പിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ACPയിൽ നമ്മൾ CNC ഇന്നർ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ അക്രലിക്ക് ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അക്രലിക്കിൻ്റെ മേലെ സ്ക്രാച്ചൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി വരുന്ന ഒരു സ്റ്റിക്കറാണ് ഇപ്പോൾ റിമൂവ് ചെയ്ത് കളയുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് UV പ്രിൻ്റ് ചെയ്ത S ലെറ്റർ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ഒരു Oയും Rഉം നമ്മൾ ഓൾറെഡി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണ്. അതിൻ്റെ താഴെയുള്ള വെജ് കഫേ എന്നുള്ളതും ഒരു വേറൊരു വിനയിലാണ് നമ്മൾ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു കളറാണ്, ഗോൾഡൻ കളറാണ് വരുന്നത്. അപ്പോൾ ആ കളേഴ്സ് നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. 1-2 കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ. ഇനി 2-3 കൂടെ കട്ടിങ് കഴിയാണ്ട്. ഇത് മാക്സിമം നമ്മൾ പൊടിയൊന്നും കുടുങ്ങാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരി പോലും കുടുങ്ങാത്ത രീതിയിലാണ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കൺഫേം ചെയ്യണം ഇത് അതിൻ്റെ തന്നെ ആണോ ആ ലെറ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കൺഫേം ആയതിനു ശേഷം നമ്മളത് പേസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ എഡ്ജും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റിക്കർ പറിച്ച് അതിലേക്ക് ചെയ്യാൻ പാടില്ല. എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പാളും. പിന്നെ നമ്മൾ ഓൾറെഡി പുറത്തുനിന്ന് UV പ്രിൻ്റ് എന്ന് പറയുന്നത് ചെയ്യിക്കുന്നതാണ്. പിന്നെ അതിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് UV പ്രിൻ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. അതുകൊണ്ടാണ് മാക്സിമം പൊടിയൊക്കെ കളഞ്ഞ് ഇതുപോലെ അതിന് നമ്മൾ പറിച്ചെടുത്ത ആ സ്റ്റിക്കറിന്മേൽ തന്നെ ഒരു ഗമ്മുണ്ട്. ആ ഗമ്മ് വെച്ചിട്ട് തന്നെയാണ് മാക്സിമം പൊടിൻ്റെ നമ്മൾ കളയുന്നത്. ഇതിൻ്റെ ഈ ഒരു എഡ്ജ് ഈ ഒരു സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്നോ നമ്മൾ തുടങ്ങണം. ഇങ്ങനെ ക്രോസ് തുടങ്ങിക്കഴിഞ്ഞാൽ ചെരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യും. സ്റ്റിക്കർ വൺ സൈഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലെറ്ററിലേക്ക് വെച്ച് നോക്കാൻ പോവാണ്. വെർട്ടിക്കലായിട്ടുള്ള ഒരു സൈഡ് 2 സൈഡും ഓക്കെ ആണോ പക്കയാണോ എന്ന് ജസ്റ്റ് നോക്കണം. ഇത് വെച്ച് നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് ടാസ്ക്കാണ്. കാരണം 2 സൈഡും ഒപ്പമാണ്. ഒട്ടുമ്പോൾ കുറച്ച് എഡ്ജ് റെഡി ആണെങ്കിൽ ഇപ്പോൾ 2 എഡ്ജ് റെഡിയാണ്. അപ്പോൾ ആ എഡ്ജ് റെഡി ആണെന്നുണ്ടെങ്കിൽ ബാക്കിലെ സ്റ്റിക്കർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വരുന്നതാണ്. കൈ കൊണ്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും നമ്മളെ കയ്യിൽ സ്യൂസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കാത്ത പറഞ്ഞു കഴിഞ്ഞാൽ നൈസ് പൊടിയോ എന്തെങ്കിലുമൊക്കെ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു ഓപ്പൺ എയറിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊടി കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും പേസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. നൈഫ് ഉപയോഗിച്ചിട്ട് ആ പൊടി റിമൂവ് ചെയ്യാം. അങ്ങനെ S ലെറ്ററിൻ്റെ ഏകദേശം പ്രിൻ്റ് ഒട്ടിച്ച് തീരാറായിട്ടുണ്ട്. അത് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് Y ആണ്. Y ഞാനത് പേസ്റ്റ് ചെയ്ത് എഡ്ജ് എനിക്ക് ചെറിയൊരു പ്രശ്നം കുടുങ്ങിയ സമയത്ത് ഞാനൊന്ന് ഹീറ്റ് ചെയ്ത് വലിച്ച്, അതാണ് അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ സൈഡ് കുറച്ച് പുറത്തേക്ക് വരാൻ കാരണം. അതായത് ഞാൻ അവിടെ എനിക്ക് എത്താതെ വന്നപ്പോൾ ഞാൻ ഹീറ്റ് ചെയ്തിട്ട് ഒന്ന് വലിച്ചൊട്ടിച്ച്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു എലിഫൻറ്റിൻ്റെ ലോഗോയാണ്. അപ്പോൾ അത് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ S പേസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഈ എലിഫൻറ്റിൻ്റെ ലോഗോൻ്റെ പുറത്തുള്ള ഒരു സ്റ്റിക്കർ, കമ്പനി സ്റ്റിക്കർ നമ്മൾ ഒഴിവാക്കുകയാണ്. ഒഴിവാക്കിയതിന് ശേഷം അതിൻ്റെ മേലെയുള്ള പൊടിയോ സ്റ്റിക്കർ ഉപയോഗിച്ചും വേറൊരു ക്ലോത്ത് ഉപയോഗിച്ചും അത് ഒഴിവാക്കിയിട്ട് പൊടിയൊന്നുമില്ല എന്നുള്ളത് കൺഫേം ആക്കിയതിന് ശേഷം ഇതിൻ്റെ പ്രിൻ്റ് തന്നെ എടുത്തിട്ട് അതിലേക്ക് വെച്ച് കറക്റ്റ് ആക്കണം. കറക്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ ലോഗോയിലേക്കുള്ള അതേ സൈസിലുള്ള പ്രിൻ്റ് ആണെന്നുള്ളത് കൺഫേം ആക്കണം. കാരണം നമുക്ക് ഒരുപാട് ബോർഡ് ഇതിൻ്റെ ചെറിയ സൈസ് 2 ഇഞ്ച് 3 ഇഞ്ച് വ്യത്യാസത്തിൽ കുറച്ച് ബോർഡ് അധികം ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിൻ്റ് ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് നോക്കാനുള്ള പ്രധാന കാരണം ഇതാണ്.
ഇതേ ബോർഡ് നമുക്കൊരു 6 ബോർഡോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രിൻ്റ് ഇതിൻ്റെ തന്നെയാണോ എന്നുള്ളത് കൺഫേം ആക്കേണ്ടത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ പുറത്ത് കൂടെ ഒരു ഔട്ടർ ലൈൻ വരുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഒരു ഔട്ടർ ലൈനായിട്ട് തന്നെ സെപ്പറേറ്റ് വരുന്നുണ്ട്. ആ ലൈനാണ് ശരിക്കും നമ്മൾ നൈഫിൽ കട്ട് ചെയ്ത് കളയേണ്ട ഒരു ഭാഗം. ഈ ലോഗോൻ്റെ പുറത്ത് കൂടെ കട്ട് ചെയ്ത് കളയേണ്ട ആ ലൈൻസ് കൂടെയാണ്. നമുക്ക് അടുത്ത ടാസ്ക് ഏത് സൈഡിൽ നിന്ന് ഒട്ടിച്ച് തുടങ്ങിയാലാണ് അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഏകദേശം ഏത് സൈഡാണ് ഒരേപോലെ ഉള്ളത് നോക്കുമ്പോൾ എനിക്ക് ലെഗിൻ്റെയും ലോഗോൻ്റെ വാലിൻ്റെ വശമാണ് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സൈഡിൽ നിന്ന് തന്നെ ഒട്ടിച്ച് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എലിഫൻറ്റിൻ്റെ ലെഗിൻ്റെ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഒട്ടിപ്പോവാൻ ചാൻസസ് കൂടുതലാണ്. പൊടി ഉടുങ്ങാനും അതുപോലെ ബബിൾസ് ഉടുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒട്ടിക്കുന്ന സമയത്ത് അലൈൻമെൻറ്റ് കറക്റ്റാണെന്നുള്ളത് ചെക്ക് ചെയ്യൽ നിർബന്ധമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെരിയാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഇതിൽ തുമ്പിക്കൈ വരുന്നുണ്ട്, വാല് പുറകിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ അങ്ങനത്തെ അമ്പർലും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ ഒരാൾ അതിൻ്റെ മേലെ കയറിയിരിക്കുന്ന ഒരു രഥം പോലത്തെ ഒരു ലോഗോയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ വരുന്നത് കൊണ്ട് തന്നെ മാറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുവരെ പകുതിയോളം ഒട്ടിച്ച് വന്നിട്ടുണ്ട് ഞാൻ. ഇതുവരെ കറക്റ്റാണ്. തുമ്പിക്കൈ സ്റ്റാർട്ടിങ്ങും വാല് എൻഡിങ്ങും ഒക്കെ കറക്റ്റ് പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ആ തുമ്പിക്കൈയൊക്കെ എത്തുമ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തുമ്പിക്കൈയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ എഡ്ജ് ലൈൻസ് ഔട്ടർ ലൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കറക്റ്റ് പക്കയായിട്ട് തന്നെയാണ് എല്ലാം കിട്ടിയിട്ടുള്ളത്. ഒന്നും പറയാനില്ല, 100 അമ്പർല വരെ ലാസ്റ്റ് ഫിനിഷിംഗ് റൗണ്ടാണ് ഇപ്പോൾ ഉള്ളത്. അമ്പർലേൻ്റെ മേലെ ഒരു ഡോട്ട് കാണാൻ കഴിയും. അമ്പർലേൻ്റെ നമ്മളെ രഥത്തിൻ്റെ മേലെ അതുവരെ പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പേസ്റ്റ് ചെയ്ത് എലിഫൻറ്റിൻ്റെ ലോഗോയുടെ മേലെയുള്ള UV പ്രിൻറ്റിൻ്റെ ഫിനിഷിങ് നേരത്തെ പറഞ്ഞ അമ്പർലൈൻ്റെ മേലെയുള്ള ഡോട്ട്, അതുപോലെ രഥത്തിൻ്റെ മേലെ വരുന്ന 2 ഡോട്ട്, ലൈൻസ് മാത്രം ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹീറ്ററിൽ വെച്ചിട്ട് വലിച്ച് റെഡിയാക്കിയതിന് ശേഷം നൈഫിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻസ് ഔട്ടർ ലൈനായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ വാല് വരുന്നത് എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എവിടെ ഒരു പൊടി പോലും കുടുങ്ങാത്തത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എലിഫൻറ്റ് മൂന് പക്കയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നുണ്ട്, അത് നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ വരുന്ന വെജ് കഫേ എന്നുള്ള ലെറ്റേഴ്സിന് സെപ്പറേറ്റ് ഗോൾഡൻ ലെറ്റേഴ്സിന് ആണ് ഡിസൈനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഗോൾഡൻ വിനയിൽ പ്രിൻ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് അതേ ലെറ്ററിൻ്റെ അലൈൻമെൻറ്റ് തന്നെ നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കലാണ് നെക്സ്റ്റ് ടാസ്ക് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ ഉണ്ടാക്കലാണ്. 2mm ഫോം ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫീമെയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ 12 വോൾട്ടിൻ്റെ LED ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഇതിൻ്റെ പുറകിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക് വരുന്നത്. അത് ഫിക്സ് ചെയ്ത് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം പുറകിൽ നിന്ന് കാണാൻ ഇതായിരിക്കും. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് വ്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത്. കണ്ടോ, മൈസൂർ വെജ് കഫേ. എൻ്റെ ബ്രൈറ്റ്നസ് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത്രയും ബ്രൈറ്റ്നസ് ഉണ്ട്. നമ്മൾ ദേവയും സേറിനും കൂടിയിട്ടാണ് ഫീമെയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ബ്രൈറ്റ് വരുന്നുണ്ട് നമ്മുടെ ബോർഡിന്. നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇത്രയാണ് വരുന്നത്. ഇത് ഡബിൾ സൈഡ് ബോർഡാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ഇതേ മെഷർമെൻറ്റിൽ തന്നെ വരുന്നുണ്ട്. സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതും പവർ സപ്ലൈ കൊടുക്കുന്നതും മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2-3 ബോർഡും കൂടെ വരുന്ന ഇൻസ്റ്റാൾ ചെയ്യുന്നതും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി വീഡിയോൻ്റെ ലെങ്ത്ത് മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറക്കരുത്, സെക്കൻഡ് പാർട്ട് വീഡിയോ വരും. അത് ഇതിനേക്കാളും അടിപൊളിയായിരിക്കും.